ഹായ്, വെൽക്കം ടു എഡ്യൂഫിക്സ് ഓൺലൈൻ അക്കാദമി. ഞാൻ ലെമിയ. ഞാനാണ് നിങ്ങൾക്ക് BANE 143 ക്ലാസ്സസ് എടുക്കുന്നത്. ഓക്കെ, BANE 143 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആന്ത്രോപോളജിയിൽ നിന്നിട്ടുള്ള ഒരു പേപ്പറാണ്. BA ആന്ത്രോപോളജിയുടെ ഒരു പേപ്പറായിട്ടാണ് വരുന്നത്. ഓക്കെ, BANE 143 നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം അതിൻ്റെ നിങ്ങളുടെ മെറ്റീരിയൽ ഏതാണ് എന്നുള്ളത്. ഓക്കെ, BANE 143 എന്ന് പറഞ്ഞാൽ ട്രൈബൽ കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഈ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ട്രൈബ്സ് എന്താണ്, ട്രൈബ്സിന്റെ കൾച്ചേഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പഠിക്കുന്നത്. കൺസെപ്റ്റ് ഓഫ് ട്രൈബ്സ് എന്താണ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ട്രൈബ്സ് ഫേസ് ചെയ്യുന്നത്, അവർക്ക് എന്ത് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ പോളിസീസ്, കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ട്രൈബ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളും ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രൈബ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പല ഏരിയാസിലെ പല കൾച്ചറില് അതുപോലെ ഡിഫറെന്റ് പ്ലേസസിലാണ് നമ്മുടെ ഇടയിലൊക്കെ ട്രൈബ്സ് ഉള്ളത് അല്ലെ. നമ്മളെന്ന് മീൻസ് കുറച്ചും കൂടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ ട്രൈബ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റുമായിട്ട് ഇടയ്ക്ക് ചേർന്ന് ജീവിക്കുന്നവരാണ് അല്ലെ. അപ്പം അവർക്ക് എന്താണ് പെർട്ടിക്കുലർ ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്, അവരുടെ മോറൽസ് ഉണ്ട്, അവരുടെ വാല്യൂസ് ഉണ്ട്, അവർക്കെല്ലാം അങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മള് ട്രൈബ്സിനെ കേരളത്തിൽ അവർ അറിയപ്പെടുന്നത് ആദിവാസീസ് എന്നാണ് കേട്ടോ. ട്രൈബ്സിനെ നമ്മൾ ആദിവാസീസ് എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. ആൻഡ് കുറിച്യ, മുണ്ട, അങ്ങനെ പല വിഭാഗങ്ങളും ഉണ്ട്. അവര് പല ജോഗ്രഫിക്കൽ ഏരിയാസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേപ്പറിൽ മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ പേപ്പറിൽ പറയുകയാണെങ്കിൽ മെയിൻലി 4 ബ്ലോക്സ് ആണുള്ളത്. 4 ബ്ലോക്കുകളിൽ കൂടിയായിട്ട് നിങ്ങൾക്ക് 14 യൂണിറ്റ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആന്ത്രപ്പോളജി ഓഫ് ഇന്ത്യൻ ട്രൈബ്സ് ആണ്. ഇന്ത്യൻ ട്രൈബ്സിന്റെ ആന്ത്രപ്പോളജിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ട്രൈബ്സ് എന്താണ്, ഇന്ത്യയിലുള്ള ട്രൈബ്സിന്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് കിട്ടും. അതുപോലെ യൂണിറ്റ് 2-ലാണെന്നുണ്ടെങ്കിൽ ഐഡിയാസ് ഓഫ് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസ്, ട്രൈബ്സ് എന്താണ്, ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസ് എന്താണ്, അവരുടെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് യൂണിറ്റ് 2-ൽ നിന്നും, അതുപോലെ യൂണിറ്റ് 3-ലാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രൈബ്സ്, നമ്മൾ പറഞ്ഞു അല്ലെ, ഡിഫറെന്റ് ജോഗ്രഫീനനുസരിച്ച് അവരുടെ ക്യാരക്ടറിസ്റ്റിക്കും ഫീച്ചേഴ്സും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യങ്ങളാണ് യൂണിറ്റ് 3-ൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 4-ലാണെങ്കിൽ ആന്ത്രപ്പോളജി ഓഫ് ട്രൈബ്സ് ഓഫ് ഇന്ത്യയും യൂണിറ്റ് 5-ൽ ട്രൈബൽ ഓർഗനൈസേഷൻസും. ഇങ്ങനെ ഇതാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 1-ൽ വരുന്ന 5 യൂണിറ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ ബ്ലോക്ക് 2-ലാണെങ്കിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് എമംഗ് ദ ട്രൈബ്സ് ആണ് വരുന്നത്. ട്രൈബ്സിന്റെ ഇടയിലുള്ള സോഷ്യലും കൾച്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ബ്ലോക്ക് 2-ൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ യൂണിറ്റ് 6 ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് ട്രൈബ് കാസ്റ്റ് കണ്ടിന്യൂം ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ട്രൈബ് കാസ്റ്റ് കണ്ടിന്യൂത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ട്രൈബൽ മോണോഗ്രാഫ്സ് ഓൺ സോഷ്യൽ ചേഞ്ചുകൾ, അതുപോലെ ഗ്ലോബലൈസേഷൻ എമംഗ് ഇന്ത്യൻ ട്രൈബ്സ് കേട്ടോ. ദെൻ ബ്ലോക്ക് 3-ലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ട്രൈബ്സിന് ഉണ്ടാവുന്ന കണ്ടംപററി ആയിട്ട് വരുന്ന ചലഞ്ചസ് ആണ്. അപ്പം ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, റിഹാബിലിറ്റേഷൻ ഉണ്ട്, അതുപോലെ ഫോറസ്റ്റ് പോളിസിയിലൊക്കെ വരുന്ന ഡെവലപ്മെന്റിൽ വരുന്ന ചില ചലഞ്ചസ് ഉണ്ട്. അതിനെതിരെ അവരിലെ ആയിട്ട് വരുന്ന ചില ട്രൈബൽ മൂവ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് ബ്ലോക്ക് 3-ൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ബ്ലോക്ക് 4-ലാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ്, ഡെവലപ്മെന്റ് പ്രോഗ്രാം ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ആണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. ട്രൈബ്സിന്റെ പ്രോബ്ലം, ട്രൈബൽ വുമൻസിന്റെ പ്രോബ്ലങ്ങൾ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് സേഫ് ഗാർഡ്സ് ആണ് ബ്ലോക്ക് 4-ൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 14 യൂണിറ്റുകളാണ് വരുന്നത്. അപ്പം ഈ ഒരു 14 യൂണിറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ
ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിനെ കുറിച്ചിട്ട് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എന്താണ്? ആന്ത്രപ്പോളജിക്കൽ ആന്ത്രപ്പോളജി ഓഫ് ഇന്ത്യൻ ട്രൈബ്സ് ആണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് യൂണിറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? കൺസെപ്റ്റ് ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ ട്രൈബ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇവിടെയാണ് എന്താണ് ട്രൈബ്സ് കാര്യങ്ങൾ എന്നൊക്കെ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് ഈ യൂണിറ്റിലേക്ക് പോകാം. ഫസ്റ്റ് മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്സ് ആണ്. ട്രൈബ് എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആ ഒരു ട്രൈബ്സിന്റെ അർത്ഥം എന്താണ്, അവരുടെ എന്തൊക്കെ സവിശേഷതകളാണ് ട്രൈബ്സിനുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വിസിബിൾ ആയിട്ടുള്ള ഒരു കളർ. ഓക്കെ. അപ്പം ട്രൈബ്സ് ഓഫൺ റെഫേർഡ് ടു ആസ് ആദിവാസീസ് ഇൻ ഇന്ത്യ അല്ലെ. ഇന്ത്യയിൽ മെയിനായിട്ട് ട്രൈബ്സിന് ആദിവാസികൾ എന്നാണ് അറിയപ്പെടുന്നത്. ആർ ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റീസ് വിത്ത് ഡിസ്റ്റിങ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു അല്ലെ, അവർക്ക് എന്താണ് വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരികങ്ങളും അതുപോലെ ഭാഷകളും സാമൂഹികമായിട്ടുള്ള സ്ട്രക്ചേഴ്സ്, സോഷ്യൽ സ്ട്രക്ചേഴ്സും ഉണ്ട്. അവരാണ് ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റീസ്, തദ്ദേശീയമായിട്ടുള്ള സമൂഹങ്ങളാണ് ആദിവാസീസ് എന്ന് പറയുന്നത്. എന്താണ് അപ്പം ദേ ആർ കൺസിഡേർഡ് ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് ഇന്ത്യ അല്ലെ. ഇന്ത്യയിലുള്ള ഒറിജിനൽ ഇൻഹാബിറ്റൻസ്, ആദിമമായിട്ട് വരുന്ന നിവാസികളായിട്ട് എന്താണ് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഇൻ ദ ഹാർമണി വിത്ത് നേച്ചർ ഓഫ് സെഞ്ചുറീസ് അല്ലെ. നൂറ്റാണ്ടുകളായിട്ട് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവരാണ് ആര്? ട്രൈബ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ കളറും നിങ്ങൾക്ക് വിസിബിൾ അല്ല അല്ലെ. ഓക്കെ. ഓക്കെ, അപ്പം അവര് നൂറ്റാണ്ടുകളായിട്ട് ഇണങ്ങി ജീവിക്കുന്നവരാണ്. ഇതും കൂടെ ഒന്ന് മെയിൻ പോയിന്റ് ആണ്. അപ്പം എന്താണ്, അക്കോർഡിംഗ് ടു 2011 സെൻസസ്, ട്രൈബ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് 8.6% ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ വിത്ത് സിഗ്നിഫിക്കൻറ്റ് കോൺസെൻട്രേഷൻസ് ഇൻ സ്റ്റേറ്റ്സ് ലൈക്ക് മധ്യപ്രദേശ്, ഒഡീഷ ആൻഡ് മഹാരാഷ്ട്ര. 2011 സെൻസസ് പ്രകാരം മധ്യപ്രദേശ്, അതുപോലെ ഒഡീഷ ആൻഡ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ട്രൈബ്സ് ഇന്ത്യയുടെ ജനസംഖ്യയുടെ തന്നെ 8.6% എന്ന് വെച്ചാൽ മൊത്തം ജനസംഖ്യയുടെ 8.6% ട്രൈബ്സ് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ മധ്യപ്രദേശിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കേട്ടോ. അപ്പം ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് എ ഹോമോജീനിയസ് ഗ്രൂപ്പ്. അവരെന്താണ്? ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു വിഭാഗമല്ല. ദേ വേരി വൈഡ്ലി ഇൻ ടേംസ് ഓഫ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻസ്. അവരെന്താണ്? അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ സാമൂഹിക ഘടന എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വളരെയധികം വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ട്രൈബ്സ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയുന്നുണ്ടാവൂല്ലേ, ട്രൈബ്സിനൊക്കെ നമ്മളും ഇപ്പം കണ്ടിട്ടൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളും ട്രൈബ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ. അവരുടേതായിട്ടുള്ള ചില കൾച്ചേഴ്സും, ഇപ്പൊ ചില ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ചില ട്രൈബ്സ് ഒക്കെ അവരുടെ ആചാരങ്ങൾ, അവരുടെ ഇപ്പം ഗോത്രത്തിൻ്റെതായിട്ടുള്ള ഡാൻസുകളോ അല്ലെങ്കിൽ പെർഫോമൻസുകളൊക്കെ നമ്മളും കാണാറുള്ളതാണ് അല്ലെ. അവർക്ക് എന്താണ് ചില വ്യത്യസ്തമായിട്ടുള്ള കൾച്ചർ, ചില ഫീച്ചേഴ്സ്, അത് വ്യത്യസ്തമാണ്. അവര് ഇപ്പൊ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളെ കമ്പയർ ചെയ്യും. ഓക്കെ. അപ്പം ഇത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ട്രൈബ്സ്. ഗോത്രവർഗത്തിന്റെ ഒരു സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ. അവരെന്താണ്? ഭൂമിശാസ്ത്രപരമായിട്ട് കുറച്ചും കൂടെ ഐസൊലേറ്റ് ചെയ്ത് വിട്ടുകൊണ്ട്, കുറച്ചുകൂടെ മാറി ഒറ്റപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ആളുകളായിരിക്കും ട്രൈബ്സ് എന്ന് പറയുന്നത്. അവര് കുറച്ചുകൂടെ റിമോട്ട് ആയിട്ടുള്ള, ഫോറസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിലൊക്കെ ആയിരിക്കും, ഐസൊലേറ്റഡ് ഫ്രം മെയിൻ സ്ട്രീം സൊസൈറ്റി. മെയിൻ സ്ട്രീം മുഖ്യധാര ആയിട്ട് നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് കുറച്ചും കൂടെ മാറി, അല്ലെങ്കിൽ അവർ വനപ്രദേശങ്ങളിലോ മലയോര പ്രദേശങ്ങളിലോ ഒക്കെ
പലപ്പോഴും അവർ താമസിക്കാറുണ്ടാവാം. അതാണ് അവരുടെ ജോഗ്രഫിക്കൽ ഐസൊലേഷന്റെ ബേസിൽ നമുക്ക് പറയാൻ സാധിക്കുക. എന്നാൽ ഒരു കൾച്ചറൽ പ്രാക്ടീസസിന്റെ ബേസിൽ, ഒരു സാംസ്കാരികമായിട്ടുള്ള സമ്പ്രദായത്തിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ എല്ലാ ട്രൈബ്സിനും എന്താണ് യുണീക്ക് ആയിട്ടുള്ള, എന്താണ് സവിശേഷമായിട്ടുള്ള, ഓരോ ഗോത്രത്തിനും അവരുടേതായിട്ടുള്ള സവിശേഷമായിട്ടുള്ള കസ്റ്റംസ് ഉണ്ട്, ആചാരങ്ങളുണ്ട്, റിച്വൽസ് ഉണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആൻഡ് ട്രഡീഷൻസ് ഉണ്ട്. ഓക്കെ, അവരുടെ പാരമ്പര്യങ്ങളുണ്ട്. ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ദം ഫ്രം അതർ കമ്മ്യൂണിറ്റീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മറ്റു സമുദായങ്ങളിൽ നിന്ന്, മറ്റ് കമ്മ്യൂണിറ്റീസിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നത്. ഓക്കെ, അവർക്ക് ഓരോ ട്രൈബ്സിനും, ഇപ്പം കുറിച്യ എന്നുള്ള ട്രൈബ്സിന് ഉള്ള ട്രഡീഷൻസോ മറ്റു കാര്യങ്ങളോ ആവില്ല മറ്റൊരു ട്രൈബ്സിനുള്ളത്. ഓക്കെ, അപ്പം ഓരോന്നിനും വ്യത്യസ്തമാണ്. എന്നാൽ അവരുടെ ഭാഷ അല്ലെങ്കിൽ ഒരു ഭാഷാ ഭേദത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ട്രൈബ്സ് ടിപ്പിക്കലി ഹാവ് ദെയർ ഓൺ ലാംഗ്വേജ് ഓർ ഡയലക്ട് which is often unwritten and passed down orally. അല്ലെ, ഗോത്രങ്ങൾക്ക് എന്താണ് സാധാരണമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഭാഷകളൊക്കെ ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും ലിപിയില്ലാത്ത ഭാഷ എന്നൊക്കെ നമ്മൾ പറയും. അത് എഴുതപ്പെടാത്ത ഭാഷകളായിരിക്കും. വാമൊഴിയായിട്ട് അവര് കൈമാറി വരുന്ന ഭാഷകൾ ഉണ്ടാവും. നമുക്ക് പല ഏരിയാസിൽ ഇന്ത്യയിലും ഇപ്പോഴും കാണാൻ സാധിക്കുന്നതാണ് അല്ലെ. നമുക്ക് ഒരുപാട് ഭാഷകൾ ഇന്ത്യയിലുണ്ട്. എന്നിരുന്നാലും അതിനു പുറമെ ട്രൈബ്സിന്റെ ലിപി ഇല്ലാത്ത ഭാഷകൾ ഇന്ത്യയിൽ ഇന്നും പ്രസക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് മറ്റൊന്ന് പറയുകയാണെങ്കിൽ എഗാലിറ്റേറിയൻ സൊസൈറ്റിയാണ്. അവരൊരു സമത്വ സമൂഹമാണ്. എന്താണ്, മോസ്റ്റ് ട്രൈബ്സ് ഹാവ് എ നോൺ ഹയറാർക്കിയൽ സോഷ്യൽ സ്ട്രക്ചർ, ദോ സം ലൈക്ക് ദ സോസ് ഹാവ് കാസ്റ്റ് ലൈക്ക് ഹയറാർക്കീസ്. അപ്പം മിക്ക ട്രൈബുകൾക്കും അവർക്കൊരു ഹയറാർക്കി ഇല്ല. അപ്പം ഹയറാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ പറയൂലേ ബ്രാഹ്മണരും ശൂദ്രരും വൈശ്യരും ഒക്കെ ചേർന്ന് ആ ഒരു കാറ്റഗറൈസേഷൻ അല്ലെ, മനുഷ്യനെ തന്നെ ഓരോ തട്ടായിട്ട് ഹയറാർക്കിന്റെ ബേസിൽ നിർവചിക്കുക. അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹയറാർക്കി, ഒരു ശ്രേണീകൃത, അത് എന്താണ് ഹയറാർക്കിൽ സ്ട്രക്ചറിൽ നോൺ ഹയറാർക്കിൽ സ്ട്രക്ചർ ആയിരിക്കും. അതില്ലാത്ത, അതുണ്ടാവില്ല ട്രൈബ്സിന്റെ ഇടയിൽ. എന്നാൽ ചില സമൂഹങ്ങളിൽ, ഇപ്പം സവോസിനെ പോലുള്ള ചില സമൂഹങ്ങളിൽ കാസ്റ്റ് ലൈക്ക് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ബ്രാഹ്മണർ വൈശ്യർ ശൂദ്രർ എന്നൊക്കെ പറഞ്ഞ പോലെ അവരുടേതായിട്ടുള്ള കാസ്റ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് സവോസ് എന്ന് പറഞ്ഞ ട്രൈബ്സ് പോലെ അങ്ങനെ ചില ട്രൈബ്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം മറ്റൊന്ന് പറയുകയാണെങ്കിൽ എൻഡോഗമസ് ആണ്. എൻഡോഗമസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം മാരേജുകളിലെ ഓരോ ട്രൈബിന്റെ ഇടയിലുള്ള മാരേജുകൾ ഉണ്ടാവും. അപ്പം അവരുടെ കൾച്ചറൽ ആൻഡ് ജനറ്റിക് കണ്ടിന്യൂറ്റി ഒക്കെ പ്രിസർവ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചു. പ്രിസർവ് മീൻസ് അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ജനറ്റിക് ആയിട്ടുള്ള കണ്ടിന്യൂറ്റി, അതൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കും വിവാഹങ്ങളൊക്കെ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ഗോത്രങ്ങളിൽ സംഭവിക്കുന്നുണ്ടാവാം. ആൻഡ് സബ്സിസ്റ്റൻസ് എക്കണോമി എന്ന് പറഞ്ഞാൽ ഉപജീവന സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരിക്കും, ടൈപ്സ് റിലേ ഓൺ ഹണ്ടിങ് അല്ലെ, ഗ്യാതറിങ്, ഫിഷിംഗ് ഓർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഫോർ ദെയർ ലിവ്ലിഹുഡ്സ്. അപ്പം ഗോത്രവർഗ്ഗക്കാര് പൊതുവെ എന്താണ്, അവരുടെ ഉപജീവനത്തിനായിട്ട് ഹണ്ടിങ് ഉണ്ടാവും അല്ലെ, വേട്ടയാടൽ ഉണ്ടാകും. അതുപോലെ എന്താണ് ഗ്യാതറിങ്, സാധനങ്ങൾ ശേഖരിച്ചിട്ടും ഫിഷിംഗ്, മത്സ്യബന്ധനത്തിലൂടെയും, അല്ലെങ്കിൽ എന്താണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഫോർ ദെയർ ലിവ്ലിഹുഡ്, കൃഷിയെ ആശ്രയിക്കുന്നവർക്ക് അവരുടെ ഒരു ഉപജീവന സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ട്രഡീഷണൽ ടെക്നോളജിയെ കുറിച്ച്, പരമ്പരാഗതമായിട്ടുള്ളൊരു സാങ്കേതിക വിദ്യ അവരുടെ ഇടയിൽ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെന്താണ്, യൂസ് സിമ്പിൾ ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് ആക്ടിവിറ്റീസ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ടൂൾസും മെത്തേഡ്സ് ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ കിൻഷിപ്പ് ബേസ്ഡ് സോഷ്യൽ നെറ്റ്വർക്കുകളോ ബന്ധുത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്സ് ഒക്കെ എന്താണ്, ആർ ഓഫൺ ബേസ്ഡ് ഓൺ ഫാമിലി ആൻഡ് ക്ലൈൻ ടൈസ്. സാമൂഹിക ബന്ധങ്ങൾ പലപ്പോഴും അവർക്കിടയിൽ എന്താണ്, കുടുംബങ്ങൾ അല്ലെങ്കിൽ ക്ലാനിലെ കുലബന്ധങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവരുടെ സാമൂഹിക ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ട്രൈബ്സ് എന്ന് പറയുന്നത്. ജോഗ്രഫിക്കൽ ഐസൊലേഷൻ ഉണ്ടാകും. അവരെന്താണ്, റിമോട്ടർ, അതുപോലെ ഫോറസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിൽ ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും, മെയിൻ സ്ട്രീം ആളുകളിൽ സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവും. അതുപോലെ അവർക്ക് കൾച്ചറൽ പ്രാക്ടീസസ് ഉണ്ടാകും. ഓരോ ട്രൈബ്സിനും എന്താണ്, യുണീക്ക് ആയിട്ടുള്ള കസ്റ്റംസ് ഉണ്ടാവും, റിച്വൽസ് ഉണ്ടാവും, ട്രഡീഷൻസ് ഉണ്ടാകും അല്ലെ.
ആ, അതാണ് അവരുടെ അതർ കമ്മ്യൂണിറ്റീസിൽ നിന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. ഇതുപോലെ ലാംഗ്വേജ് ആൻഡ് ഡയലക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അൺറിട്ടൺ ആയിട്ടുള്ള എഴുതപ്പെടാത്ത എന്നാൽ വാമൊഴിയാൽ പാസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അവർക്കുണ്ടാവും. ഗാലിറ്റേറിയൻ സൊസൈറ്റി അല്ലെ, ഗാലിറ്റേറിയൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അവർ നോൺ ഹൈറാർക്കിയൽ സോഷ്യൽ സ്ട്രക്ചർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. പക്ഷേ സോറസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ചില അങ്ങനത്തെ കമ്മ്യൂണിറ്റികളിലൊക്കെ കാസ്റ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് എൻഡോഗമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു മാരേജുകളൊക്കെ പൊതുവെ അവരുടെ ഒരു ട്രൈബിന്റെ ഉള്ളിൽ, അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നടക്കുക. അവരുടെ കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ച് പ്രിസർവ് ചെയ്തിട്ട് തന്നെയാണ് അവരുടെ മാരേജസ് ഒക്കെ നടക്കുക. ആൻഡ് എക്കണോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മെയിനായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ്, ഹണ്ടിങ്ങിലൂടെയും ഗ്യാതറിങ്ങിലൂടെയും ഫിഷിങ്ങിലൂടെയും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനിലൂടെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. ഓക്കെ. ആൻഡ് ട്രഡീഷണൽ ടെക്നോളജീസ് പറയുകയാണെങ്കിൽ അവർ യൂസ് സിമ്പിൾ ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ആണ് കേട്ടോ. എക്കണോമിക് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെയാണ് അവർ യൂസ് ചെയ്യുക. ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ക്ലാൻ ബേസിലായിരിക്കും അവർക്ക് മെയിനായിട്ട് സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉണ്ടാവുക. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സോഷ്യൽ നെറ്റ്വർക്ക് വളരെ കുറഞ്ഞു മാത്രമേ അവർ പോവാറുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്കൽ ഫീച്ചേഴ്സ് ഓഫ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഇത് സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പം നെക്സ്റ്റ് ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് SC ട്യൂബ് 1990s ചില ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ട്രൈബ്സ് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് ചില ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പം എന്താണ്, ട്രൈബൽസ് ആർ നോട്ട് ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ബട്ട് ദ ഓൾഡസ്റ്റ് ഇൻഹാബിറ്റൻസ് ഓഫ് ദി ലാൻഡ്. ട്രൈബ്സ് എന്ന് പറയുന്നത് SC ട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് എന്താണ്, ട്രൈബ്സ് എന്ന് പറയുന്നത് അവര് ഒരു ഓൾഡസ്റ്റ് ഇൻഹാബിറ്റൻസ് ഓഫ് ലാൻഡ് ആണ് അല്ലെ, ഭൂമിയിലെ ഏറ്റവും പഴയ ഇൻഹാബിറ്റൻസ് ആണ്, നിവാസികളാണ്. അല്ലെങ്കിൽ ആദിവാസികളെ ഒരു യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിവാസികളല്ല, ഒരു ഓൾഡസ്റ്റ് ഫോം ഓഫ് ഇൻഹാബിറ്റൻസ് ആയിട്ടാണ് SC ട്യൂബ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്താണ്, ട്രൈബൽ പോപ്പുലേഷൻസ് ആർ കണ്ടിന്യൂയിങ് സിൻസ് സെഞ്ചുറീസ് അലോങ് വിത്ത് നോൺ ട്രൈബൽസ്. ആദിവാസികളല്ലാത്തവർക്കൊപ്പം നൂറ്റാണ്ടുകളായിട്ട് എന്താണ് ഒരു ആദിവാസികളല്ലാത്തൊരു ഗ്രൂപ്പിന്റെ കൂടെ ആദിവാസികൾ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മോസ്റ്റ് പ്രോബബ്ലി ദീസ് പോപ്പുലേഷൻ were forced to live in remote areas or in isolation, though originally it is not always that they were in the forest dwellers. പിന്നെ മിക്കവാറും ഈ ഒരു ആദിവാസി ജനവിഭാഗങ്ങളൊക്കെ കുറച്ചും കൂടെ റിമോട്ട് ഏരിയാസിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ഐസൊലേറ്റ് ചെയ്ത് ജീവിക്കാനും ചിലപ്പോൾ നിർബന്ധിക്കപ്പെടാവുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ വനവാസികൾ മീൻസ് ട്രൈബ്സ് അല്ലാത്ത ഗ്രൂപ്പിനെയും ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് വിടുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് SC ട്യൂബ് പറയുന്നത്. And mythology says about their history which is not beyond 3 or 4 generations. അപ്പം മിത്തോളജി പ്രകാരം, പുരാണങ്ങൾ പ്രകാരം പറയുകയാണെങ്കിൽ ഒരു 3-4 തലമുറകൾക്ക് അപ്പുറമല്ലാതെ അവരുടെ ചരിത്രമില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതാണ് SC ട്യൂബിന്റെ ഒരു വിഷനിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണൽ ടെക്നോ എക്കണോമിക് ഫീച്ചേഴ്സ് സബ്സിസ്റ്റൻസ് ലെവൽ അല്ലെ, അവരെന്താണ് പരമ്പരാഗതമായിട്ട് സാങ്കേതിക സാമ്പത്തിക സവിശേഷതകളൊക്കെ ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചവരാണ് അല്ലെ. അപ്പം എക്സെപ്റ്റ് സം ട്രൈബ്സ് ഹാവിങ് ലീഡേഴ്സ് ആസ് റൂളേഴ്സ് ഓർ ലാൻഡ് ഓണേഴ്സ് അല്ലെ. അപ്പം ചില ട്രൈബ്സുകളിൽ കോണ്ടുകൾ അല്ലെങ്കിൽ ഹോമുകൾ, ചെറോസ് ഇങ്ങനെയുള്ള ചില നേതാക്കൾ ഒഴിച്ചാൽ ഭൂരിഭാഗം കമ്മ്യൂണിറ്റികളിലും നോൺ ഹൈറാർക്കിയൽ ആയിട്ടുള്ള ഒരു ഹൈറാർക്കി ബേസിലല്ലാതെ
അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള വ്യത്യാസമില്ലാത്ത റൂളേഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ ദ കൾച്ചറൽ ആട്രിബ്യൂട്ട്സ് ആർ ഡിസ്റ്റിങ് ടു ദ കമ്മ്യൂണിറ്റി സച്ച് ആസ് ലാംഗ്വേജ്, ബിലീഫ്സ്, വേൾഡ് വ്യൂസ്, കസ്റ്റംസ് ആൻഡ് ദി ലൈക്സ്. ഭാഷയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ലോകവീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലോ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലോ ഇങ്ങനെയുള്ള സാംസ്കാരിക ഗുണങ്ങളൊക്കെ സമൂഹത്തിന് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ട്രൈബ്സിൻ്റെത് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് എസ്.സി. ലൂബിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ 1990s അദ്ദേഹത്തിന്റെ ട്രൈബ്സ് ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതില് കുറച്ച് നമുക്ക് ഇപ്പം മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ആദിവാസി എങ്ങനെയാണ് അവരുടെ ട്രൈബൽ പോപ്പുലേഷൻ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, യൂണിയൻ ടെറിട്ടറീസും ഒക്കെ സ്റ്റേറ്റുകളും ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം മധ്യപ്രദേശിൽ 14:69% ലെവലിലാണ് പറയുന്നത്. 14:2 അല്ല കേട്ടോ, 14.69% ആണ് മധ്യപ്രദേശിലുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് പറയുന്നത്. മഹാരാഷ്ട്രയിലാണെങ്കിൽ 10.08% ആണ്. ഒഡീഷയിലാണെങ്കിൽ 9.02% ആണ്. രാജസ്ഥാനിലാണെങ്കിൽ 8.86%, ഗുജറാത്തിൽ 8.55%, ജാർഖണ്ഡിൽ 8.29%, ഛത്തീസ്ഗഡിൽ 7.5%, ആന്ധ്രാപ്രദേശില് 5.7%, മിസോറാമിലാണ് ഹയസ്റ്റ് ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളത്. 94.5% ആണ് മിസോറാമിലുള്ളത്. ആൻഡ് ലക്ഷദ്വീപിലാണെങ്കിൽ 94.8% ഉണ്ട്. ഒരു യൂണിയൻ ടെറിട്ടറിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ലക്ഷദ്വീപിലാണ് ഹയസ്റ്റ് ട്രൈബൽ പോപ്പുലേഷൻ. എന്നാൽ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ മിസോറാമിലാണ് ഹയസ്റ്റ് പോപ്പുലേഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞൂലേ ട്രൈബ്സും ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റിയും ഡിഫറെന്റ് ആണെന്നുള്ളത്. അപ്പം ട്രൈബ് ആൻഡ് ഇൻഡിജിനിയസ് പീപ്പിൾ ഇൻ ഇന്ത്യ, ഇൻഡിജിനിയസ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയരായിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം അവരെ കുറിച്ചാണ് പറയുന്നത്. ഈ ടേം ട്രൈബ് എന്ന് അല്ലെങ്കിൽ ഇൻഡിജിനിയസ് പീപ്പിൾ എന്ന് പറയുന്നത് ഓഫൺ യൂസ്ഡ് ഇന്റർചേഞ്ചബിൾ അല്ലേ. അത് പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ട്രൈബ് ആണെങ്കിലും ഇൻഡിജിനിയസ് പീപ്പിൾ ആണെങ്കിലും. അപ്പം രണ്ടും റെഫർ ചെയ്യണത് എന്താണ്? കമ്മ്യൂണിറ്റീസ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചർ, സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഐഡന്റിറ്റീസ്. രണ്ടും എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരികവും സാമൂഹികവും ചരിത്രപരമായിട്ടുള്ള ഐഡന്റിറ്റീസിനെ ഒക്കെ ഉള്ള സമൂഹങ്ങളെയാണ്, കമ്മ്യൂണിറ്റീസിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഈ ഒരു ട്രൈബ്സ് ആണെങ്കിലും ഇൻഡിജിനിയസ് പീപ്പിൾ ആണെങ്കിലും. ഓക്കെ, ഓക്കെ, എന്താണ്? ബോത്ത് റെഫേഴ്സ് ടു ദ കമ്മ്യൂണിറ്റീസ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചർ, സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഐഡന്റിറ്റീസ് ആട്ടോ. ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ പ്രീ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ഫേസസ് സിഗ്നിഫിക്കൻറ്റ്ലി ഇമ്പാക്റ്റഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കൊളോണിയൽ മുമ്പത്തെ പ്രീ കൊളോണിയൽ ആയിട്ടുള്ള കാലഘട്ടവും അതുപോലെ കൊളോണിയലൈസേഷന്റെ ശേഷമുള്ള കാലഘട്ടവും ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഒരുപാട് തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പം ദ ഇൻഡിജിനിയോസിറ്റി മീൻസ് ഒറിജിനൽ ഇൻഹാബിറ്റന്റ് സ്റ്റാറ്റസ് അല്ലെ, യഥാർത്ഥ നിവാസികളുടെ ഒരു നില എന്ന് പറയുന്നത് എന്താണ്? ഓഫ് ട്രൈബ്സ് ഹാസ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച്. അവരെന്താണ്? ചരിത്ര സംഭവങ്ങളും സാംസ്കാരിക വിനിമയങ്ങളും ഒക്കെ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം സന്താൽ, മുണ്ടാസ്, സൗറസ്, അതുപോലെ ഗദ്ദി, ജൗൻസർ, ഭവാൻ, ഈ ഒരു ട്രൈബ്സിനൊക്കെ ഹാവ് മൈഗ്രേറ്റഡ് ടു ഡിഫറെന്റ് റീജിയൻസ് ഫോർ വേരിയസ് റീസൺസ്. ഈ ഒരു കമ്മ്യൂണിറ്റീസിനൊക്കെ ഈ ഒരു കൊളോണിയലിസത്തിന്റെ മുമ്പും ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കാരണങ്ങൾ കാരണം ഡിഫറെന്റ് റീസൺസ് കൊണ്ട് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കുടിയേറേണ്ടി വന്നിട്ടുണ്ട് പല പ്രദേശങ്ങളിലേക്കും. അപ്പം അതില് സവോറസ് എന്താണ്? മെനി വർക്ക് ഇൻ ടീ ഗാർഡൻസ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ആൻഡ് ഹാവ് സെറ്റിൽഡ് ദർ, സംടൈംസ് മാരിയിങ് ഇൻ ടു ലോക്കൽ കമ്മ്യൂണിറ്റീസ്. നോർത്ത് ഈസ്റ്റിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിലുള്ള ടീ ഗാർഡൻസിൽ തേയിലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന പലരും അവിടെ സ്ഥിരതാമസക്കാരായിരിക്കും. അവിടുന്ന് ലോക്കലായിട്ട് മാരേജുകൾ ചെയ്യുകയും അങ്ങനെയൊക്കെ സെറ്റിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രീ കൊളോണിയൽ പോസ്റ്റ് കൊളോണിയൽ ആയിട്ട് വന്ന മാറ്റങ്ങളാണ് ഇവരൊക്കെ
ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ട്രൈബ്സ് ആർ ഓഫൺ സീൻ ആസ് ദ ഏർലിയസ്റ്റ് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് പ്രിസർവിംഗ് റുഡിമെന്ററി കൾച്ചറൽ പ്രാക്ടീസസ്. ഗോത്രങ്ങൾ എന്താണ് പലപ്പോഴും ആദ്യകാല മനുഷ്യ സമൂഹങ്ങളായിട്ടാണ് അവരെ കാണപ്പെടുന്നത് അല്ലെ. നമ്മൾ വളരെ മുമ്പുള്ള പൈതൃകമായിട്ടുള്ള കാര്യങ്ങളും എന്താ പ്രിസർവ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ അവരെ അറിയുന്നത് അല്ലെ. അപ്പം എന്താണ് അടിസ്ഥാനപരമായിട്ട് സാംസ്കാരിക ആചാരങ്ങളൊക്കെ അവർ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അപ്പം ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആൻഡ് മൈഗ്രേഷൻസ് ഹാവ് ലെഡ് ടു കൾച്ചറൽ ചേഞ്ചസ് എമംഗ് ട്രൈബ്സ്. അപ്പം ചരിത്ര സംഭവങ്ങളും കുടിയേറ്റങ്ങളുമായിട്ടുള്ള പല കാരണങ്ങളും ഈ ഒരു ട്രൈബ്സിന്റെ ഇടയിൽ സാംസ്കാരികമായിട്ടുള്ള പല മാറ്റങ്ങൾക്കും കാരണമായി. അപ്പം അവർ പ്രിസർവ് ചെയ്ത് പോരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇങ്ങനെ പല ചരിത്ര സംഭവങ്ങളും അവരുടെ ഇതിലുള്ള മാറ്റ സംസ്കാരങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ മാറാനുള്ള ഒരു സാഹചര്യം അത് ഉണ്ടാക്കി. ഓക്കെ, ദ കാസ്റ്റ് ട്രൈബ്സ് കണ്ടിന്യൂ ഹൈലൈറ്റ്സ് ദ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇപ്പം കാസ്റ്റ് ട്രൈബ് കണ്ടിന്യൂ, ഈ ഒരു ജാതി അല്ലെങ്കിൽ ഗോത്ര തുടർച്ചകളൊക്കെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു ഇന്റർ കണക്റ്റഡ്നെസ്, ഒരു പരസ്പര ബന്ധത്തെയൊക്കെയാണ് എടുത്തു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആന്ത്രപ്പോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ഹാവ് ഹെൽപ്ഡ് ഡിഫൈൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ട്രൈബ്സ് ബെറ്റർ, എയ്ഡിങ് ദയർ ഡെവലപ്മെന്റ് ആൻഡ് പ്രിസർവേഷൻസ്. ഈ ഒരു ആന്ത്രപ്പോളജിക്കലും സോഷ്യോളജിക്കലും ആയിട്ടുള്ള പഠനങ്ങളൊക്കെ ട്രൈബ്സിനെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാനും അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അവരുടെ സംസ്കാരങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കാനൊക്കെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസും സോഷ്യോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസും ഇതിൻ്റെത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ആന്ത്രപ്പോളജിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആന്ത്രപ്പോളജിസ്റ്റ് ഹാവ് പ്രൊവൈഡഡ് വേരിയസ് ഡെഫിനിഷൻസ് അല്ലെ. ഓരോ ആന്ത്രപ്പോളജിക്കൽ ലിസ്റ്റുകളും വ്യത്യസ്തമായിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് കൊടുത്തിട്ടുണ്ടാവുന്നത്. അപ്പം അതിൽ WHO റിവേഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രൈബ് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് എ കോമൺ ഡയലക്ട്, ഗവൺമെന്റ് ആൻഡ് പേർപ്പസ് അല്ലെ. ഒരു പൊതുഭാഷയും ഭരണകൂടവും ലക്ഷ്യമുള്ള ഒരു സാമൂഹിക ഗ്രൂപ്പാണ് ട്രൈബ് എന്നാണ് റിവേഴ്സ് പറയുന്നത്. എക്സാമ്പിൾ വാർഫെയർ അല്ലെ, യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു കോമൺ ഡയലക്ട്, ഗവൺമെന്റ് പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഒരുമിക്കുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പിനെയാണ് അദ്ദേഹം ട്രൈബായിട്ട് പറയുന്നത്. DN മജൂംദർ എന്താണ് പറയുന്നത്? എ ട്രൈബ് എന്ന് പറഞ്ഞാൽ ഈസ് എ ടെറിട്ടോറിയൽ എൻഡോഗമസ് ഗ്രൂപ്പ് വിത്ത് നോ ഓക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ റൂൾഡ് ബൈ ട്രൈബൽ ലീഡേഴ്സ്. അപ്പം ഗോത്ര നേതാക്കൾ എന്താണ്? അവര് ഭരിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത ഒരു പ്രാദേശികമായിട്ടുള്ള എൻഡോഗമസ് ഗ്രൂപ്പായിട്ടാണ് മജൂംദർ ട്രൈബ്സിനെ കണക്കാക്കുന്നത്. എന്നാൽ ലൂസി മെയർ കണക്കാക്കുന്നത് എങ്ങനെയാണ്? അവർ അങ്ങനെ പറയുന്നത്, ഒരു ട്രൈബ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ ഡിവിഷൻ വിത്ത് എ ഷെയർഡ് കൾച്ചർ. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, സ്വതന്ത്രമായിട്ടുള്ള, എന്നാൽ ഷെയർ ചെയ്തിട്ടുള്ള, പങ്കിട്ടിരുന്ന സംസ്കാരമുള്ള ഒരു അങ്ങനെ വിഭജിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ലൂസി മെയർ ട്രൈബ്സിനെ പറയുന്നത്. റാഫ് ലിൻഡൻ ആണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? ട്രൈബ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ബാൻഡ് വിത്ത് എ കോമൺ ടെറിട്ടറി, കൾച്ചർ ആൻഡ് എ സെൻസ് ഓഫ് യൂണിറ്റി അല്ലെ. ഒരു പൊതുപ്രദേശം, സാംസ്കാരികം, ഐക്യബോധം, ഇങ്ങനെയൊക്കെയുള്ള ബന്ധുക്കളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് റാഫ് ലിൻഡൻ ട്രൈബ്സിനെ പറയുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻസ് ഒക്കെ എങ്ങനെയാണ് ട്രൈബ്സിന്റെ ഒരു കോമൺ കൾച്ചറിനെ, ടെറിട്ടറി, അതുപോലെ ഒരു സോഷ്യൽ കൊഹഷൻ, ഒരു ഐക്യത്തെ, സാമൂഹികമായിട്ടുള്ള ഐക്യത്തെ എടുത്തു കാണിക്കുന്നത് എന്നാണ് ആന്ത്രോപോളജിസ്റ്റുകളുടെ ഡെഫിനിഷൻസിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്നാൽ സോഷ്യോളജിസ്റ്റുകളുടെ ഡെഫിനേഷനിൽ എങ്ങനെയാണ് ഒന്നാ കൊടുത്തിട്ടുള്ളത്? സോഷ്യോളജികൾ ഇപ്പം ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓഫ് സോഷ്യോളജിയിൽ പറയുകയാണെങ്കിൽ ട്രൈബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇസ് എ കിൻ ബേസ്ഡ് ഗ്രൂപ്പ് വിത്ത് ടെറിട്ടോറിയൽ അഫിലിയേഷൻ ആൻഡ് എ സെൻസ് ഓഫ് പൊളിറ്റിക്കൽ ഓട്ടോണമി അല്ലെ. ഒരു ഗോത്രം എന്നത് എന്താണ്? പ്രാദേശിക ബന്ധങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വയം ഭരണമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ലെ, സ്വയം ഭരണ ബോധമുള്ള ഒരു ബന്ധുക്കളേക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓഫ് സോഷ്യോളജി ട്രൈബ്സിന് പറഞ്ഞിട്ടുള്ളത്. ഇമ്പീരിയർ ഗസറ്റിയർ ഓഫ് ഇന്ത്യയിൽ പറയുന്നത് എങ്ങനെയാണ്? ട്രൈബ് ഈസ് എ കളക്ഷൻ ഓഫ് ഫാമിലീസ് വിത്ത് എ കോമൺ നെയിം, ഡയലക്ട് ആൻഡ് ടെറിട്ടറി. ഒരു പൊതുനാമം അല്ലെങ്കിൽ ഒരു പൊതു നെയിം, അതുപോലെ ഭാഷ, പ്രദേശം എന്നിവയുടെ
അടിസ്ഥാനത്തിലാണ് ഒരു ശേഖരമായിട്ടാണ് ഇമ്പീരിയൽ ഗസറ്റർ ഓഫ് ഇന്ത്യ പറയുന്നത്. ആൻഡ് കെ സിംഗ് എങ്ങനെയാണ് പറയുന്നത്? ട്രൈബൽ മൈഗ്രേഷൻ ആൻഡ് ഓറൽ ട്രഡീഷൻ ഹൈലൈറ്റ് ദർ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഇന്ററാക്ഷൻസ്. ഗോത്രങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ കുടിയേറ്റങ്ങളും അതുപോലെ അവരുടെ ഓറൽ ട്രഡീഷൻ വാമൊഴിയായിട്ട് വരുന്ന പാരമ്പര്യങ്ങളും ഒക്കെയാണ് അവരുടെ ചരിത്രപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ഇടപെടലുകളെയൊക്കെ ഉയർത്തി കാണിക്കുന്നതെന്നാണ് കെ സിംഗ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം സോഷ്യോളജിസ്റ്റുകൾ എങ്ങനെയാണ് മെയിൻ ആയിട്ട് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ട്രൈബ്സ് ആൻഡ് മെയിൻ സ്ട്രീം സൊസൈറ്റി, അല്ലെ, ഗോത്രവർഗത്തിന്റെയും അതുപോലെ മെയിൻ സ്ട്രീം സൊസൈറ്റിന്റെ ഒരു ഇന്ററാക്ഷനെയാണ് അവർ എടുത്തു കാണിക്കുന്നത്. ആസ് വെൽ ആസ് ഇമ്പാക്ട് ഓഫ് മോഡേണൈസേഷൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. ഒരു ആധുനികവൽക്കരണത്തിന്റെ സ്വാധീനം ആദിവാസി സമൂഹങ്ങളിൽ എങ്ങനെ ഉള്ളതെന്നാണ് ഇവര് എടുത്തു കാണിക്കുന്നത് കേട്ടോ. അപ്പം ആന്ത്രോപോളജിസ്റ്റുകളാണെങ്കിൽ കോമൺ കൾച്ചറും ടെറിറ്ററിയും സോഷ്യൽ കൊഹേഷനും ആണ്. ആൻഡ് സോഷ്യോളജിസ്റ്റുകളാണെങ്കിൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ട്രൈബ്സ് ആൻഡ് മെയിൻ സ്ട്രീം സൊസൈറ്റി അതുപോലെ മോഡേണൈസേഷൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് ഇവരെടുത്ത് കാണിക്കുന്നത്. അപ്പം രണ്ടിൽ നിന്നും ഒരാളുടെ ഡെഫിനിഷൻ എങ്കിലും പഠിച്ചിട്ട് വെക്കണം. നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിൽ ആൻസർ ചെയ്യുമ്പോൾ അത് മസ്റ്റ് ആണ് കേട്ടോ. അതൊന്ന് നോക്കിയിട്ട് വേണം അത് ആൻസർ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡീനോട്ടിഫൈഡും നൊമാഡിക് ആൻഡ് സെമി നൊമാഡിക് ആണ്. അപ്പം ഈ കൺസെപ്റ്റുകൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ എ ലീഗസി ഓഫ് കൊളോണിയൽ സ്റ്റിഗ്മ. ഡീനോട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കൊളോണിയലിസത്തിന്റെ സ്റ്റിഗ്മയിൽ നിന്ന് വന്നതാണ് ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടീഷ് റൂളിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് 1871 ക്രിമിനൽ ട്രൈബ്സ് ആക്ട് പ്രകാരം ചില ഗോത്രങ്ങളെ ചില ട്രൈബ്സിന്റെ ഗോത്രങ്ങളെയൊക്കെ എന്താണ് ക്രിമിനൽ ഗോത്രങ്ങൾ എന്ന് ലേബൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 1871 ബ്രിട്ടീഷ് ഭരണകാലത്തിൽ ചില ട്രൈബ്സിനെ ക്രിമിനൽ ട്രൈബ്സ് ആയിട്ടാണ് അവർ ലേബൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ട്രൈബ്സിനെ പിന്നീട് എന്താണ് സ്റ്റിഗ്മറ്റൈസ്ഡ് ആൻഡ് സബ്ജക്റ്റഡ് ടു സർവൈലൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. ഈ ഒരു ഗോത്ര വിഭാഗങ്ങളെ, പക്ഷെ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ ട്രൈബ്സിന്റെ പോലെ തന്നെ ആയിരുന്നു. പക്ഷെ ഈ ഒരു ഗോത്ര വിഭാഗങ്ങളെ പിന്നീട് അങ്ങനെ എന്താണ് ആ ഒരു ബ്രിട്ടീഷുകാർ അങ്ങനെ വിളിച്ചതിന് ശേഷം അങ്ങനെ തന്നെ ഒരു സ്റ്റിഗ്മ, അല്ലെ, അവരങ്ങനെ തന്നെയാണെന്നുള്ള ഒരു പേര് അവർക്ക് വരികയും അവരങ്ങനെ അപകീർത്തിപ്പെടുത്താനും അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ബേസിൽ ക്രിമിനൽസ് എന്നുള്ള ബേസിൽ അവരെ റെസ്ട്രിക്ട് ചെയ്യാനും നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ തുടങ്ങി. ഓക്കെ, ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ ഒരു ആക്ട് റിപ്പീൽ അല്ലെ 1952 ഈ നിയമം റദ്ദാക്കുകയും ഈ ഗോത്രങ്ങളെ ഡീനോട്ടിഫൈ ചെയ്യുകയും ചെയ്തു. എന്ന് വെച്ചാൽ അവര് ക്രിമിനൽ ട്രൈബ്സ് അല്ല എന്നുള്ളത് ഡീനോട്ടിഫൈഡ് ചെയ്തു. ഓക്കെ, പക്ഷെ however the stigma persists and many denotified tribes continue to face discrimination. എന്നിരുന്നാലും ഈ ഒരു സ്റ്റിഗ്മ അവരങ്ങനെയാണ് എന്നുള്ള ഒരു ധാരണ എല്ലാവരുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇപ്പോഴും പല ഡീനോട്ടിഫൈഡ് ഗോത്രങ്ങളെയും ഒരു വിവേചനം ആളുകളിൽ നിന്ന് നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ബ്രിട്ടീഷ് റൂൾ കാലത്ത് ബ്രിട്ടീഷുകാരെയും അങ്ങനെ ലേബൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അവരെ അങ്ങനെ കാണുന്ന സമൂഹമുണ്ട്. ഓക്കെ, അപ്പം അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലോദാസും കൊറവാസ് അതുപോലെ യക്കുല ഇവരൊക്കെയാണ് ഡീനോട്ടിഫൈഡ് ട്രൈബ്സിൽ വരുന്ന ചില കമ്മ്യൂണിറ്റീസ് കേട്ടോ. ആൻഡ് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ആണ് പറയുന്നത്. Schemes for education, economic upliftment, and social integration have been introduced to rehabilitate these communities. ഈ കമ്മ്യൂണിറ്റികളെ പുനരധിവസിപ്പിക്കാനും അതുപോലെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകാനും സാമൂഹികമായിട്ടുള്ള ഏകീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ ഗവൺമെന്റ് പ്രൊജക്റ്റുകളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നെക്സ്റ്റ് പറയുന്ന നൊമഡിക് ആൻഡ് സെമി നൊമഡിക് ട്രൈബ്സിനെ കുറിച്ചാണ്. നൊമഡിക് മീൻസ് നമ്മളിപ്പം ഈ നടപടികൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ്ങിലാണ് കേട്ടോ നൊമഡിക് എന്ന് വരുന്നത്. നൊമഡിക് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഇൻ സെർച്ച് ഓഫ് ലിവ്ലിഹുഡ്, വൈൽ സെമി നൊമഡിക് ട്രൈബ്സ് ഹാവ് സീസണൽ സെറ്റിൽമെന്റ്. അപ്പം നൊമഡിക് ട്രൈബ്സ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരുടെ എന്താണ് ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ സെമി നൊമഡിക് എന്ന് പറഞ്ഞാല് എപ്പോഴും ഉപജീവനത്തിന് വേണ്ടി മാറില്ല, പക്ഷെ സീസണൽ ആയിട്ട് മാറുന്നതാണ്. കാലാവസ്ഥ അനുസൃതമായിട്ടൊക്കെ വാസസ്ഥലങ്ങളിലേക്ക് മാറുന്നതിനാണ് സെമി നൊമഡിക്.
നൊമഡിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെമി നൊമഡിക് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അടിസ്ഥാനത്തിൽ അതിനനുസൃതമായിട്ട് മാറുന്നത്. ഓക്കെ, അവരുടെ ഓക്യുപ്പേഷൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റോറലിസം, ഹണ്ടിങ്, അതുപോലെ ആർട്ടിസണൽ വർക്ക് ഒക്കെ ആയിരിക്കും കേട്ടോ. മീൻസ് പശുപരിപാലനം, വേട്ടയാടല്, അതുപോലെ എന്താണ് ആർട്ടിസണൽ വർക്ക് എന്ന് പറഞ്ഞാൽ കരകൗശലമായിട്ടുള്ള ജോലികൾ ഉണ്ടാവില്ലേ. ഇപ്പം ബ്ലാക്ക് സ്മിത്തിങ്, മരപ്പടി, കൊട്ട നെയ്യല്, ബാസ്കറ്റ് വീവിങ്, ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഇവരുടെ ജോലികൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ റെയ്ക്ക റബരി എന്ന് പറഞ്ഞാല് ഇവര് കുറച്ച് ഈ ൊക്കെയാണ് മീൻസ്. അതുപോലെ ഗാദിയ ലാഹോർ എന്നൊക്കെ ഉണ്ട്, എന്താണ് കുമാരക്കാര്, അതുപോലെ ബഞ്ചാര, സോൾട്ട് ട്രേഡേഴ്സ് ഒക്കെയാണ്, ഉപ്പ് വ്യാപാരികളൊക്കെയാണ്. ഇവരുടെ ചലഞ്ചസ് മെയിൻ ആയിട്ട് പറയുന്നത് ലോസ് ഓഫ് ട്രഡീഷണൽ ലിവ്ലിഹുഡ്സ് ഡ്യൂ ടു മോഡേണൈസേഷൻ ആൻഡ് ലാൻഡ് അക്വിസിഷൻസ്. ഇവർക്ക് എന്താണ് ഇപ്പം ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ടും ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ പരമ്പരാഗതമായിട്ടുള്ള ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു വെല്ലുവിളി, ചലഞ്ചായിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമുള്ള ലഭ്യത കുറവും മറ്റൊരു ഇഷ്യൂ ആണ് ഇവർ നേരിടുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ ഇവരുടെ ഗവൺമെന്റ് എഫേർട്സുകൾ, സർക്കാർ ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പ്രോഗ്രാംസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക അവസരങ്ങൾ ഇവയൊക്കെ ലഭ്യമാക്കാനുള്ള പ്രോഗ്രാംസ് ഇവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നൊമഡിക്കും സെമി നൊമഡിക്കും ആയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് പറയുന്നത് PVTGനെ കുറിച്ചാണ്. പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് അല്ലെ, പ്രത്യേകമായിട്ട് ദുർബലമായിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് പറയുന്നത്. പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്താണ്? ആർ ട്രൈബൽ ഗ്രൂപ്പ്സ് വിത്ത് ഡിക്ലൈനിങ് പോപ്പുലേഷൻ. അവരുടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നുണ്ട്. ലോ ലിറ്ററസി ആണ്, അവർക്ക് സാക്ഷരതാ നിരക്ക് വളരെ കുറവാണ്. ആൻഡ് സബ്സിസ്റ്റൻസ് എക്കണോമീസ് ആണ്, ഉപജീവന സമ്പദ് വ്യവസ്ഥയിലും അവർക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ട്രൈബൽ ഗ്രൂപ്പിനെയാണ് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ പ്രീ അഗ്രികൾച്ചറൽ ലെവൽ ഓഫ് ടെക്നോളജി അല്ലെ, കൃഷിക്ക് മുമ്പുള്ള സാങ്കേതിക വിദ്യയുടെയാണ് അവർ ഉപയോഗിക്കുന്നുണ്ടാവുക. അതുപോലെ ഡിക്ലൈനിങ് ഓർ സ്റ്റാഗ്നന്റ് പോപ്പുലേഷൻ ആയിരിക്കും, ജനസംഖ്യ കുറയുകയോ അല്ലെങ്കിൽ നിശ്ചലമായിട്ട് തുടരുകയോ എന്ന് വെച്ചാൽ മീൻസ് അവർ കൂടുന്നില്ല, അവർ നിശ്ചലതാവസ്ഥയിൽ പോവുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്നതാണ്. അതുപോലെ എക്സ്ട്രീം ലോ ലിറ്ററസി റേറ്റ്സ്, അവർക്ക് എന്താണ് വളരെ കുറഞ്ഞ സാക്ഷരതാ നിരക്കുള്ളൂ. അതുപോലെ സബ്സിസ്റ്റൻസ് ബേസ്ഡ് എക്കണോമി, ഉപജീവനാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ. ഇപ്പൊ വേട്ടയാടലിൽ നിന്നോ ഈ ഒരു ഗ്യാദറിങ്ങിൽ നിന്നോ ഷിഫ്റ്റിങ്ങിൽ നിന്നൊക്കെ ആയിരിക്കും അവർ ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ടാവും. അപ്പം ഇവർക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണെങ്കിൽ സെന്റിനലീസ് ആണ്. സെന്റിനലീസ് ആന്തമാൻ ആൻഡ് നിക്കോബർ ദ്വീപുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഗ്രേറ്റ് ആന്തമാനീസ് ഉണ്ട്, മരിയ ഗോണ്ട് ഉണ്ട് മഹാരാഷ്ട്രയിലുള്ള. ഓക്കെ, അപ്പം ഇവരൊക്കെയാണ് ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ. അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സ്കീംസ് ഫോർ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിനും എക്കണോമിക് ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള സ്കീംസ് ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ എഫേർട്ട് ടു പ്രിസർവ് ദിയർ കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ നോളജ്, അവരുടെ സാംസ്കാരികവും പരമ്പരാഗതവുമായിട്ടുള്ള അറിവ് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഡീനോട്ടിഫൈഡ് നൊമഡിക്. ഡീനോട്ടിഫൈഡ് നമ്മൾ പറഞ്ഞു അല്ലെ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് അങ്ങനെ ഡീനോട്ടിഫൈഡ് ആയിട്ട് വന്നതാണ്, ഒരു സ്റ്റിഗ്മെന്റ് ബേസിൽ വന്നിട്ടുള്ളതാണ്. ദെൻ നൊമഡിക് എന്ന് പറഞ്ഞാൽ നടപടികൾ അല്ലെ, വൺ പ്ലേസ് ടു വൺ അനദർ പ്ലേസിലേക്ക് മൂവ് ചെയ്യാണ് അവരുടെ ലിവ്ലിഹുഡിന് വേണ്ടിയിട്ട്. സെമി നൊമഡിക് എന്ന് പറഞ്ഞാൽ സീസണൽ സെറ്റിലിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നതാണ്. പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നുണ്ട്, ലോ ലിറ്ററസി റേറ്റ് ആണ്, ആൻഡ് സബ്സിസ്റ്റൻസ് എക്കണോമീസ് ആണ് കേട്ടോ. ഇനി ഇതിൽ നിങ്ങൾക്ക് യൂണിറ്റിൽ ഓൾ പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് നിങ്ങൾക്ക് മെയിൻലി യൂണിറ്റിൽ പറയുന്നത് കേട്ടോ. അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് ഇതിൽ നമുക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് പെർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നെയിം ഓഫ് പെർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് അല്ലെ, ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പ്സ് ഉള്ളത്
ചെഞ്ചു, ബോഡോ ഗബാദ, കുട്ടോബോ ഗദാബ, ദൊങ്കാരിയ ഖോന്ത്, കുറ്റിയ ഖോന്ത, കോലാം, ഗോന്ത റെഡ്ഡി, ഗോന്ത ഗോന്ത സവര, ബോന്തോ പോച്ച, ഗോന്ത് പോച്ച, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു 12 ഗ്രൂപ്പ്സ് ഓഫ് PVTGs, പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് നമുക്ക് ആന്ധ്രാപ്രദേശ് ഇൻക്ലൂഡിങ് തെലങ്കാനയിൽ കാണാൻ സാധിക്കും. ബീഹാർ ഇൻക്ലൂഡിങ് ജാർഖണ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെയും എന്താണ് ഒരു അസൂറ്, ബിർഹോർ, ബിർജില, ഹിൽക്കാരിയ, കൊറുവ, മാൽപഹാരിയ അല്ലെ, അവിടെയും ചില ഗ്രൂപ്പ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഗുജറാത്തിലുള്ള ഗ്രൂപ്പ്, കർണാടക, കേരളത്തിലും ഉണ്ട് അല്ലെ. കേരളത്തിൽ ഏതൊക്കെയാണ് പെർട്ടിക്കുലർലി വൾനറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ചോല നായ്ക്കൻ, അതുപോലെ ഖാദർ, കാട്ടു നായക്കൻ, കൊരക, കുറുംബാസ് അല്ലെ, ഇതൊക്കെയാണ് കേരളത്തിലുള്ളത്. കർണാടകത്തിലാണെങ്കിൽ ജണു, കുറുബയും കൊറകയാണ്. കൊറക കേരളത്തിലും കർണാടകയിലും ഉണ്ട് അല്ലെ. അതുപോലെ മധ്യപ്രദേശിൽ ഇൻക്ലൂഡിങ് ഛത്തീസ്ഗഡ് പറയുകയാണെങ്കിൽ എന്താണ് അബൂജ് മറിയ അല്ലെ, വെറൈറ്റി ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് അല്ലെ. അവരുടെ പേരുകൾക്കൊക്കെ തന്നെ ഒരു ഡിഫറൻസ് ഇല്ലേ. മഹാരാഷ്ട്രയില്, മണിപ്പൂരില് പിന്നെ മരം നഖ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒറീസയിലുള്ളത്, അതുപോലെ രാജസ്ഥാനില് സഹാരിയ മാത്രമേ ഉള്ളൂ. തമിഴ്നാടിലെ ഇരുളാറ്, കാട്ടുനായ്ക്കൻ, കോട്ട, കുറുമ്പ, പനിയൻ, അതുപോലെ തോട. ത്രിപുരയിലാണെങ്കിൽ റൈക്ക് അല്ലെ. അപ്പം ആൻഡമാൻ നിക്കോബറിലാണ് പിന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ടോട്ടൽ 75 കമ്മ്യൂണിറ്റീസ് ആണ് മെയിൻ ആയിട്ട് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതോട് കൂടിയിട്ട് ഈ യൂണിറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഇതോട് കൂടി കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ട് പോവാം. യൂണിറ്റ് കൺസെപ്റ്റ് ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ ആയിരുന്നു. അതിൽ മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്സ് പറഞ്ഞു. ആദിവാസീസ് ആണ്, അവരുടെ കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചറിനനുസരിച്ച് അവർക്ക് ഡിസ്റ്റിങ്ക്ട് ആയിരിക്കും കമ്പയറിംഗ് ടു മെയിൻ സ്ട്രീം പീപ്പിൾ അല്ലെ, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സൊസൈറ്റി എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണെങ്കിൽ ജോഗ്രഫിക്കൽ ഐസൊലേഷൻ ഉണ്ടാവും, കൾച്ചറൽ പ്രാക്ടീസസ് ഉണ്ടാവും, ലാംഗ്വേജ് ആൻഡ് ഡയലക്ട്, എഗാലിറ്റേറിയൻ സൊസൈറ്റിനെ ബേസ് ചെയ്തിട്ട് എൻഡോകോമസ്, സബ്സിസ്റ്റൻസ് എക്കണോമി ആൻഡ് ട്രഡീഷണൽ ടെക്നോളജി, കിൻഷിപ്പ് ബേസ്ഡ് സോഷ്യൽ നെറ്റ്വർക്ക്. ഇതിന്റെ ബേസിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. SC ഗ്രൂപ്പിന്റെ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു. ദെൻ പോപ്പുലേഷൻ എങ്ങനെയാണ് അല്ലെ സ്റ്റേറ്റ് ആൻഡ് ടെറിട്ടറീസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ട്രൈബ്സ് ആൻഡ് ഇൻഡിജിനിയസ് പീപ്പിൾ ഇൻ ഇന്ത്യ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിന് ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള ഡെഫിനേഷൻ കൊടുത്തു. ആന്ത്രപ്പോളജിയിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോമൺ കൾച്ചറിനും ടെറിട്ടറിക്കും സോഷ്യൽ കൊഹഷനുമാണ്. സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണെങ്കിൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ട്രൈബ്സ് ആൻഡ് മെയിൻ സ്ട്രീം സൊസൈറ്റി, മോഡേണൈസേഷൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്. ദെൻ ഡീനോട്ടിഫൈഡിനെ കുറിച്ചാണ് പറയുന്നത്. ഡീനോട്ടിഫൈഡ് ആണെങ്കിൽ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂളിൽ സർട്ടൻ ട്രൈബ്സിന് ലേബിൾഡ് ആഫ് ക്രിമിനൽ ട്രൈബ്സ് ആണ്. അവര് ക്രിമിനൽ ട്രൈബ്സിന് ആയിട്ട് അറിയപ്പെട്ടു. ദെൻ എന്താണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം ദ ആക്ട് വാസ് റിപ്പീൽഡ് ഇൻ 1952 ആൻഡ് ദീസ് ട്രൈബ്സ് വർ ഡീനോട്ടിഫൈഡ് അല്ലെ. ദെൻ നൊമഡിക് ആണ്. നൊമഡിക് എന്ന് പറഞ്ഞാൽ ട്രൈബ്സ് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻ സെർച്ച് ഓഫ് ലിവ്ലിഹുഡ് ആണ്. സെമി നൊമഡിക് ആണെങ്കിൽ എന്താണ് സീസണൽ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ട്രൈബ്സ് മൂവ് ചെയ്യുന്നതിനെയാണ്. ദെൻ പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ എന്താണ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ, ലോ ലിറ്ററസി റേറ്റ്സും സബ്സിസ്റ്റൻസ് എക്കണോമീസും ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ പറയുന്നത്. അപ്പം ഇത്രയാണ് യൂണിറ്റ് 1 നിങ്ങൾക്ക് പറയുന്നത്. ഇതോട് കൂടിയിട്ട് ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് യൂണിറ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. അപ്പം അതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണം. നിങ്ങൾക്ക് ക്ലാസ്സിൽ ടെക്സ്റ്റ് ചെയ്യുക, ഡൗട്ട് ചോദിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ഇതോട് കൂടിയിട്ട് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.